ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ. ഇതടക്കം ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരെ തേടിയെത്തുന്ന ഒരു വാർത്താദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കാം, ഈ മണിക്കൂറിലെ പ്രധാന സംഭവ വികാസങ്ങൾ. നമ്മൾ അതിനു മുൻപ് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഈ സൽമാ ബീവിയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വീടിൻ്റെ പരിസരത്തു നിന്നും ശേഖരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. CCTV പ്രേക്ഷകർക്ക് കാണാം ബൈക്കിൽ കൊലപാതകം നടത്താൻ ഉമ്മുമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 12 മണി കഴിഞ്ഞ് 38 മിനിറ്റ് എന്ന് CCTV കാണാം, അല്ലേ? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 12 മണി കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ്. അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. 11:30 ഉമ്മയെ വീട്ടിൽ ഷോൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് മുറിയിൽ പൂട്ടിയിട്ടതിനു ശേഷം വീട്ടിൽ നിന്നിറങ്ങുന്ന പ്രതി ഇപ്പോൾ ഈ CCTVയുടെ മുന്നിലൂടെ 14 കിലോമീറ്റർ അകലെയുള്ള ഉമ്മുമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. ആദ്യത്തെ കൊലപാതക ശ്രമം അത് ഉമ്മയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് 11:30 ഇപ്പോൾ കാണുന്ന സമയം 12 മണി കഴിഞ്ഞ് 38 മിനിറ്റാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഈ സമയത്തായിരിക്കാം പ്രതി വെഞ്ഞാറമൂടുള്ള ഈ വീട്ടിൽ നിന്നും ഇറങ്ങി, പേരുമൂലയിലുള്ള വീട്ടിൽ നിന്നിറങ്ങി പാങ്ങോടുള്ള വീട്ടിലേക്ക് പോകുന്നത്. അവിടെ ഉമ്മുമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇത്. വെഞ്ഞാറമൂട് നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണ്, CCTVയിൽ നിന്നും കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങളാണ്. സമയം കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 12 മണി കഴിഞ്ഞ് 38 മിനിറ്റ് എന്നാണ്. തൻ്റെ ബൈക്കിൽ തോളിലൊരു സഞ്ചിയുമായിട്ടാണ് പോകുന്നത്. ഒരുപക്ഷെ ചുറ്റിക ഇവിടെ നിന്ന് പോകുമ്പോൾ എന്ന വഴിക്കായിരിക്കാം ചുറ്റിക വാങ്ങിയിട്ടുണ്ടാവുക എന്ന് നമ്മൾ കരുതേണ്ടി വരും. ഈ സമയത്ത് ചുറ്റിക ഉപയോഗിച്ച് മാതാവിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നത് വ്യക്തമല്ല. ഷോൾ ഇട്ട് കുരുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലാനാണ് ശ്രമിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പുറത്തേക്ക് ബാഗുമായി വരുന്ന അഫാൻ പാങ്ങോടുള്ള തൻ്റെ ഉമ്മയുടെ ഉമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി സൽമാ ബീവിയുടെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതിനുശേഷം ഈ ഉമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇതേ ബൈക്കിൽ പാങ്ങോട്ട് നിന്നും ചുള്ളാളത്തേക്ക് പോവുകയും ചുള്ളാളത്തുള്ള ഈ പ്രതിയുടെ വാപ്പയുടെ ജ്യേഷ്ഠൻ ലത്തീഫിനെയും ഭാര്യയും അവിടെ വെച്ച് വകവരുത്തുന്നു. അതിനുശേഷം ഇതേ ബൈക്കിൽ തന്നെയാണ് തിരികെ ഈ വീട്ടിലേക്ക് വരുന്നതും ഫർസാനെയും അനുജനെയും കൊലപ്പെടുത്തുന്നതും ഉമ്മയെ തലക്കിളിച്ച് ഇതേ ചുറ്റിക വെച്ച് കൊലപ്പെടുത്തുന്നതും. ഒറ്റ ആയുധം ഉപയോഗിച്ചാണ് 6 പേരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതും 5 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നതും. 6ാമത്തെ ആൾ ഉമ്മയാണ്. ഉമ്മ 3 പ്രധാനപ്പെട്ട വലിയ ദ്വാരങ്ങൾ നെറ്റിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അത് കണ്ടിരുന്ന ആളുകൾ നമ്മളോട് ഇന്നലെ പറഞ്ഞത്. ഉമ്മ ക്യാൻസർ ബാധിതയായിരുന്നു ഷമി. ഇപ്പോൾ ഷമി ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇപ്പോഴും പൂർണ്ണമായി ബോധം വീണ്ടെടുത്തിട്ടില്ല. മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസിന് സാധിച്ചിരുന്നില്ല. ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ അഫാൻ വീട്ടിൽ നിന്നിറങ്ങി ഉമ്മുമ്മയെ കൊലപ്പെടുത്താൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇത് ഉച്ചയ്ക്കാണ് 12:38. അപ്പോൾ പ്രതി ഈ ഏകദേശം 6-7 മണിക്കൂർ എടുത്ത് നടത്തിയ കുറ്റകൃത്യമാണ് എന്നത് വ്യക്തമാണ്. പ്രതി കൊലപാതകമെല്ലാം നടത്തിയതിനു ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. വെഞ്ഞാറമൂട് പോലീസിനോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്ത് പാറാവ് നിന്ന പോലീസുകാരനോട് പറഞ്ഞത് 5-6 പേരെ തട്ടിയിട്ടാണ് ഞാൻ വരുന്നത്. 3 പേർ കൊല്ലപ്പെട്ടു. 3 പേർ ഇപ്പോൾ പാങ്ങോടും ഈ പറയുന്ന ചുള്ളാളത്തുമായിട്ടൊക്കെ കിടപ്പുണ്ട് എന്നാണ് ഈ പ്രതി യാതൊരു കൂസലുമില്ലാതെ കയ്യിൽ ഒരു ചെയിൻ കറക്കിക്കൊണ്ടുപോയി പറഞ്ഞത് എന്നാണ് പോലീസ് നമ്മളോട് പറയുന്നത്. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് വെഞ്ഞാറമൂട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഉച്ചയ്ക്ക് ഉമ്മുമ്മയെ കൊലപ്പെടുത്താൻ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്.